അറബികളുടെ ഫിലോസഫിയിൽ ഹിന്ദുമതം സ്വാധീനിച്ചു. ആ ഹിന്ദുമതം സ്വാധീനിച്ച ശേഷം അത് പരിശുദ്ധ ഖുർആനിലും അവരുടെ ഫിലോസഫിയിൽ അത് സ്വാധീനിക്കാൻ തുടങ്ങി. പ്രവാചകനായ മുഹമ്മദ് നബി മക്കയിൽ വരുമ്പോൾ 365 ദൈവമുണ്ട് അവിടെ. ജനുവരി 1-നൊരു ദൈവം, ജനുവരി 2-നൊരു ദൈവം, ഇങ്ങനെ ദൈവങ്ങളാണ്. ഈ ദൈവങ്ങളെ മുഴുവൻ മാറ്റിയ ശേഷം അദ്ദേഹം ഒരു ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഏകദൈവ വിശ്വാസം കിഴക്ക് നിന്ന് വന്ന വിശ്വാസമാണ്. അതുകൊണ്ടാണ് വളരെ കൃത്യമായി നമ്മുടെ ഈശോവാസി ഉപനിഷത്തിലാണ് ഏകം സദ് ബ്രഹ്മം വിപ്ര ബൃഹവന്തി, ഈ ബ്രഹ്മം ഒന്നേ ഉള്ളൂ, ഒന്നിലേറെ ബ്രഹ്മങ്ങളുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ച് കളയുന്നതാണ്. ഈ വലിയ സംഭവം വളരെ കൃത്യമായി ഖുർആനെ സ്വാധീനിച്ച് അവിടെ വരികയാണ്. ഈ ഏകദൈവ വിശ്വാസമുണ്ട്, മോണോതെയിസം എന്ന് പറയുന്ന സംഭവം. അതിനുശേഷം ഹിന്ദു മതത്തിൻ്റെയും ഇസ്ലാം മതത്തിൻ്റെയും തത്വങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അവർ തമ്മിലാണ്ട് 100ഓളം വിശ്വാസത്യങ്ങളിൽ സാമ്യമാണ്. അത് അവർ അറബി ഭാഷയിൽ പറയുന്നു, നമ്മൾ സംസ്കൃത ഭാഷയിൽ പറയുന്നു. അത്ര എൻ്റെ വ്യത്യാസമുള്ളൂ.